ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ ബംഗാളിൽ നിന്നുള്ള വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ സച്ചുവിൻ്റെ ലീവെല്ലാം കഴിഞ്ഞ് ആൾ തിരിച്ച് ജോയിൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൂട്ടും യൂണിഫോമൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വെയിലൊക്കെ കൊള്ളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് തിരിച്ച് റാക്കിലേക്കൊക്കെ എടുത്ത് വെച്ച് രാവിലെ അങ്ങനെ അല്ലറ ചില്ലറ പണിയൊക്കെ ആയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോൾ മുട്ടക്കറിയും ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മലയാളി ഫാമിലിയാണ് അജീഷേൻ്റെ ഫാമിലി. അപ്പോൾ നമുക്കിത് ആ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല അടിപൊളി കടലക്കറിയും പിന്നെ ഇടിയപ്പവും ആയിരുന്നു കേട്ടോ. ഇടിയപ്പത്തിന് ഞങ്ങളവിടെ നൂലപ്പം എന്നാണ് പറയുക. നിങ്ങൾ എന്താ പറയണതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പരിചയപ്പെട്ട രണ്ട് മലയാളി ഫാമിലിയാണ്. ഒന്ന് അജീഷേൻ്റെ ഫാമിലിയും ഒന്ന് വിശാഖേൻ്റെ ഫാമിലിയും. ഇവർ രണ്ടുപേരും നമുക്ക് നല്ല സപ്പോർട്ടും നല്ല സ്നേഹമൊക്കെ തരുന്നുണ്ട് കേട്ടോ. ശരിക്കും നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ കേരളത്തിലുള്ള ഒരാളെ കാണുമ്പോഴുള്ള ആ ഒരു പ്രത്യേക ഫീലിംഗൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും എല്ലാവരും തമ്മിലൊരു യൂണിറ്റി ഉള്ളത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആലോചിച്ച് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട വന്നില്ല. അതങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. കഴിഞ്ഞ വീഡിയോസിൻ്റെ കടയിൽ കുറച്ച് കമൻറ്റ്സ് കണ്ടായിരുന്നു, ഡിഞ്ച് ഇപ്പോൾ ഒത്തിരി ചേഞ്ചായി, ഈ ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വവും അല്ലെങ്കിൽ കുറച്ച് അടുക്കള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നോർമലാണെന്നാണ് ഞാൻ വിചാരിക്കണേ. എന്തായാലും ഞാൻ എന്താണോ ഡ്രീം ചെയ്തത് അതാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ആ ചേഞ്ച് നിങ്ങൾ പതിയെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.